ശരിക്കും പറഞ്ഞാൽ ഈ ലൈഫൊക്കെ മടുത്തിറങ്ങാൻ ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പം ഇല്ലതിൻ്റെ വില മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ നോക്കണം. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, നമ്മൾ ലൈഫ് ഇപ്പം നമ്മളെ ആംബിയൻസ് അതുപോലെ തന്നെ സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ജീവിക്കുന്ന ലൈഫുണ്ടല്ലോ, അതുപോലെ ജീവിക്കാനും വേണ്ടിയിട്ട് പല പേരും ആഗ്രഹിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്നും മനസ്സിലാവണില്ല. നമ്മളൊക്കെ അവരെയും കാട്ടിൽ എത്രയോ ബെറ്ററാണ്. നമ്മളിപ്പം ഓരോ സ്ഥാനത്ത് നമ്മളെ താഴെയുള്ള ഒരാളെ സ്ഥാനത്ത് നിന്ന് നമ്മളേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തിനാ ഒരു കമ്മില്ലേ, എല്ലാം കൊണ്ടും എല്ലാ തേങ്ങയുണ്ട്. എന്നാലും നമ്മൾ ലൈഫ് കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ അല്ലല്ലോ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാണല്ലോ, ഇല്ലത് കൊണ്ട് ഓണം പോലെ അങ്ങനെ ജീവിക്കാൻ പഠിക്കണം. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാം നെഗറ്റീവായിട്ട് എടുക്കാതെ കൂടുതലും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കുക. എടുക്കണമെന്ന് ഞാൻ പറയില്ല, കാണാൻ ശ്രമിക്കുക. നമ്മൾ ഈ തിരക്ക് കുറിച്ച ലൈഫ് ഒന്നുണ്ടല്ലോ, നമുക്ക് കുറച്ചെങ്കിലും സമയം കിട്ടുമ്പോൾ നമ്മളെ താഴെ ലെവലിലേക്കൊന്ന് നോക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക. സംബന്ധിച്ച് കഴിഞ്ഞാൽ ഓല ഭാഗത്ത് നിന്ന് നമ്മളെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞാൽ നമ്മളൊക്കെ സ്വർഗത്തിലെ ജീവിക്കണം. നമുക്കൊക്കെ എന്തിനാ കമ്മി? ഫുഡിന് ഫുഡ്, ഡ്രസ്സിന് ഡ്രസ്സ്, എവിടേക്കെങ്കിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വിചാരിച്ചാൽ മതി, നമ്മളവിടെ എത്തും. നമ്മുടെ ലൈഫൊക്കെ എത്തും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ പോലും പോസിറ്റീവായിട്ട് കാണാം. അപ്പം എനിക്ക് ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ തന്നെ ദൈവത്തിനോട് നന്ദി പറയാം. അപ്പോൾ ഓക്കെ എന്നാൽ.